കരങ്ങളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ ദാനങ്ങളായി നൽകി അനുഗ്രഹിക്കുന്ന കുടുംബങ്ങളുടെ സ്ഥാപകനും പരിപാലകനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ദൈവിക ദാനങ്ങളായ കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ ഓർക്കുകയും അവരെ കരുതേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ധ്യാനിക്കുകയും ദൈവനീതിയുടെ മുൻപാകെ അവരെ വളർത്തി പരിപാലിച്ച് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുകയും ചെയ്യുന്ന ഈ നല്ല ദിവസത്തിനായി നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. വിശുദ്ധനും നീതിമാനും നിത്യനുമായ ദൈവത്തിന്റെ മുൻപാകെ വേർതിരിവുകളില്ലാതെ, അനീതി കാണിക്കാതെ, മുഖപക്ഷമില്ലാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കാനും വളർത്താനും സംരക്ഷിക്കാനുമുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. ചൂഷണം ചെയ്യപ്പെടുന്ന, പീഡനങ്ങൾക്കും ക്രൂരതകൾക്കും ഒക്കെ ഇരയാക്കപ്പെടുന്ന ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളെ ഓർത്ത് തമ്പുരാനോട് അപേക്ഷിക്കുന്നു. അനുദിനം അവർക്കെതിരെ വർദ്ധിച്ചു വരുന്ന അനീതികളെ തടയുവാൻ കർത്താവേ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പെൺമക്കളുടെ അന്തസ്സും അഭിമാനവും അവകാശങ്ങളും സ്വാതന്ത്ര്യവും തിരിച്ചറിഞ്ഞ് അവരെ കരുതാനും സംരക്ഷിക്കാനും വളർത്താനും ഞങ്ങളെ സഹായിക്കണം. ഈ വിശുദ്ധമായ കൂടിവരവും ആരാധനകളുമൊക്കെ ഒരു നവദർശനത്തിലേക്ക് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ കർത്താവ് വഴിയൊരുക്കണമേ. ആരാധന പങ്കെടുക്കുന്ന ഞങ്ങളൊക്കെയും നവീകരിക്കപ്പെടാനും പുതുജീവന്റെ മാർഗം സ്വീകരിക്കാനും ദൈവനീതിയുടെ മുൻപാകെ നിൽക്കുവാനും ഞങ്ങളെ സഹായിക്കണം. ആരാധനയെ, ശുശ്രൂഷകളെ സകലവും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും, എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും നിന്റെ കൃപകളെ പകരണമേ. മഹത്വരാജനായ ക്രിസ്തേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന്റെ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് 202 ഗീതം പാടാം. ഗീതം 202 നമുക്ക് ചേർന്ന് പാടാം. വരിക സുരാധിപ പരമപര, നിൻ കരുണാസനം വഴിയായി സഭയിൽ നിന്നാരംഭിക്കുന്ന ഗീതം. Suradi Parama
മണിയാരുടെ കന്മഷവും ശേഷവും ദുർമനസ്സും പൊന്നോട ശേഷവും നീക്കിടണം പൊന്നോട ശേഷവും നീക്കിടണം എന്നും മോക്ഷം അടിയതിൽ പാവാൻ പരിണസുരാതെ പരമപരം നിൻ കരുണാസനം വഴിയായി സഭയിൽ നിൻ കരുണാസനം വഴിയായി സഭയിൽ. ആരാധനയ്ക്കും സ്തുതികൾക്കും യോഗ്യനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ ധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിൽ ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹിമപ്പെടുത്താം. സ്തുതിലിത്താനുകളിൽ രണ്ടാമത്തെ ഭാഗം നമുക്ക് ഉപയോഗിക്കാം. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു. നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലാടുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങൾ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണപ്രകാരം നടപ്പാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. നമുക്ക് ചേർന്ന് ചൊല്ലാം. എന്റെ പാറയും എന്റെ വീണ്ടെടുക്കുവാനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. തലകൾ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും
നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. വിശുദ്ധനായ ദൈവത്തിന് മുൻപാകെ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ കുറിച്ചും തെറ്റുകുറ്റങ്ങളെ കുറിച്ചും കുറവുകളെ കുറിച്ചും ഒക്കെ ഓർത്ത് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് പുതുമനുഷ്യനായി തീരുവാൻ, പുതു ഹൃദയം സ്വീകരിക്കുവാൻ നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവിധം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. അനുതാപ ഹൃദയത്തോടെ നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മൗനമായി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ശോധന ചെയ്യാം. സകല ഹൃദയങ്ങൾ രഹസ്യങ്ങൾ അറിയുന്ന കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. അനുതാപ പ്രാർത്ഥനയിൽ നാലാമത്തെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലും ഞങ്ങളുടെ കഠിന കുറ്റം നിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് തിരുമുൻപാകെ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച് സകല ദോഷം ഞങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിത്യജീവങ്കിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ദൈവത്തിന്റെ തിരുവചന ശുശ്രൂഷയ്ക്കായി, വചനവായനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഏകാഗ്രമാക്കാം. കർത്താവിനെ സ്തുതിക്കുവേൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇപ്പോൾ നമുക്ക് എഴുതപ്പെട്ട ദൈവവചന വായനയിലൂടെ ദൈവത്തിന്റെ ആഴമേറിയ ശബ്ദം ഈ സമയത്ത് കേൾക്കാം. ഇന്നത്തേക്ക് വായ്പ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദപാഠം 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1 മുതൽ 5 വരെ. ആരാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിനു ജയം നൽകിയതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ
ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവൾ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയയിലെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്നു ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവൻ ചെന്നു തൻ്റെ യജമാനനോട്, ഇസ്രായേൽ ദേശക്കാരത്തിയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് പ്രബോധിപ്പിച്ചു. നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്ത് തരാം എന്ന് അരാം രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6000 ശേക്കെൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. ഇവിടെ 1-ാം വേദപാഠം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടായിരിക്കട്ടെ. ഈ പ്രത്യേക ദിവസത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 8 നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 8 നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വൈദികൾ നിമിത്തം ശത്രുവിനെയും പകലിനെയും ഇല്ലാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെ വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാം കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. വായ്പാ നിശ്ചയിച്ചിരിക്കുന്ന 2-ാം വേദഭാഗം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 11 മുതൽ 17 വരെ. അപ്പോസ്തലപ്രവൃത്തികൾ 12-ാം അധ്യായം 11 മുതൽ 17 വരെ. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്നവൻ പറഞ്ഞു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പടിപ്പുരവാതിൽക്കൽ മുട്ടിയാറെ രോധ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്കോടി. പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നുവെന്ന് അറിയിച്ചു. അവർ അവളോട്, നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ, അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നു എന്നവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അവർ മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി. കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറവിടിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിപ്പിൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. ഇവിടെ 2-ാം വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. സുവിശേഷം. ഇന്നത്തേക്കായി വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം മർക്കോസ് ചെയ്ത സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 24 വരെയും 35 മുതൽ 43 വരെയുമുള്ള വാക്യങ്ങളെ കേട്ടുകൊള്ളുവിൻ. മാർക്ക് chapter 5 verses 21 to 24 and 35 to 43. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്ന് കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. പള്ളി പ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു. എൻ്റെ കുഞ്ഞു മകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവനോടുകൂടെ പോയി. വലിയ പുരുഷാരം പിൻചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. 35 മുതൽ 43 വരെ. ഇങ്ങനെ
പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടി ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. അകത്ത് കടന്നു. നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ബാലേ, എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീത കൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇത് ആരും അറിയരുത് എന്ന് അവൻ അവരോട് ഏറെയൊന്ന് കൽപ്പിച്ചു. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. പൊന്നിനേക്കാൾ വിലയേറിയതാകും ദൈവവചനം അതിന് സമം. മണ്ണിലെങ്ങുമില്ലൊന്നും ദൈവദത്തമായൊരു സ്വർഗനിക്ഷേപമത്. ദൈവവചന കേൾവിക്കായി 114-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. മണ്ണിലെങ്ങുമില്ലൊന്നും ദൈവദത്തമായൊരു സ്വർഗനിക്ഷേപമതു സാമം. മണ്ണിലെങ്ങുമില്ലൊന്നും ദൈവദത്തമായൊരു സ്വർഗനിക്ഷേപമതു. ഹൃദയത്തിൽ വിശുദ്ധാത്മപ്രകാശമുദിച്ചിടുന്നോരളവിൽ ശുദ്ധ വേദപ്രമാണം തേനിനെക്കാളും മാധുര്യമായി ഭവിക്കും. ശുദ്ധ വേദപ്രമാണം തേനിനെക്കാളും മാധുര്യമായി ഭവിക്കും. ദൈവപിതാവിനും പാപികളോടുള്ള അത്ഭുതമാം സ്നേഹം അതു ജീവദായകമാം ദിവ്യവചനത്തിൽ വിളങ്ങുന്നു സ്പഷ്ടമായി. അതു ജീവദായകമാം ദിവ്യവചനത്തിൽ വിളങ്ങുന്നു സ്പഷ്ടമായി. നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ദൈവമേ, നീ ഉണ്ടാക്കിയ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പർവ്വതങ്ങളെയും ആഴിയെയും ഈ ഭൂമിയിലുള്ള സകലത്തെയും നോക്കുമ്പോൾ മനുഷ്യരായി ഞങ്ങൾ ഓർക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ. എങ്കിലും പിതാവേ, വളരെ ശ്രേഷ്ഠകരമായി മറ്റുള്ള
മറ്റുള്ള സൃഷ്ടികളെക്കാൾ ഉപരിയായി ഞങ്ങളെ നീ പരിപാലിക്കുന്നതോർത്ത് നന്ദി പറയും. ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ ചെറിയവരെ കൂടുതൽ ആഴമായി സ്നേഹിക്കുവാൻ വലിയ മനസ്സുള്ള ദൈവത്തിന്റെ മുൻപാകെ അടിയങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങളും വിശാലമായ മനസ്സുള്ളവരായി തീരുവാൻ, വിശാലമായ കാഴ്ചപ്പാടുള്ളവരായി തീരുവാൻ, വിശാലമായി ചിന്തിക്കുവാൻ കഴിവുള്ളവരായി തീരുവാൻ എന്റെ വചനത്തിലൂടെ ഞങ്ങളെ സഹായിക്കണം. നാഥന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിന് മഹത്വം കരയുന്നു. മശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. 1980-കളിൽ ബോംബെയിൽ അബോർഷൻ നടത്തിക്കൊണ്ടിരുന്ന ചില ആശുപത്രികളുടെ ഒരു സ്ലോഗൻ ഇങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ 500 രൂപ മുടക്കുക, വർഷങ്ങൾക്ക് ശേഷം 5 ലക്ഷം നിങ്ങൾക്ക് ലാഭിക്കാം. ഇപ്പോൾ 500 രൂപ മുടക്കുക, വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് 5 ലക്ഷം ലാഭിക്കാം. ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവയെ നശിപ്പിച്ചു കളയുന്നതിന് കൂട്ടുനിൽക്കുന്ന ഒരുപറ്റം കാപാലികരുടെ ആകൃഷ്ടമായ ഒരു പരസ്യവാചകമാണിത്. പെൺകുഞ്ഞാണ് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ 500 മുടക്കിയാൽ ഞങ്ങൾ അത് നശിപ്പിച്ചു തരാം, അല്ലെങ്കിൽ കുഞ്ഞു വളർന്നു കഴിഞ്ഞാൽ അവളെ പഠിപ്പിക്കണം, അവളെ വിവാഹത്തിന് അയക്കണം, സ്ത്രീധനം കൊടുക്കണം, ലക്ഷങ്ങളുടെ ബാധ്യതയുണ്ട്. ഇപ്പോൾ 500 മുടക്കിയാൽ വർഷങ്ങൾക്ക് ശേഷമുള്ള ലക്ഷങ്ങളുടെ ബാധ്യത ഒഴിവാക്കാം എന്ന ഒരു ആകർഷണീയതയാണ് അതിനകത്ത് ഉള്ളത്. പെൺകുഞ്ഞുങ്ങളെ ബാധ്യതയായി കരുതുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിന് വലിയ മാറ്റങ്ങളൊന്നും പലയിടത്തും സംഭവിച്ചിട്ടില്ല. പെൺകുഞ്ഞുങ്ങൾ 2ാം തരം പൗരന്മാരായോ അല്ലെങ്കിൽ വിലയില്ലാത്തവരായോ അപശകുനങ്ങളായോ ശാപങ്ങളായോ ഒക്കെ മാറ്റപ്പെടുന്ന ചിത്രം ലോകത്തിന് നാനാഭാഗങ്ങളിലും, എന്തിന് നമ്മുടെ പരിസരങ്ങളിൽ പോലും കാണുവാൻ കഴിയും. പെൺമക്കൾ ഒരു ബാധ്യതയാണ് എന്ന് തോന്നൽ, പെൺകുഞ്ഞൊരു ശാപമാണെന്ന അന്ധവിശ്വാസം, പെൺകുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞാൽ വേറെ വീട്ടിലോട്ട് പോകേണ്ടവരാണല്ലോ എന്ന മൗഢ്യമായ കാഴ്ചപ്പാട്, അവർക്ക് ഇപ്പോൾ കൊടുക്കുന്ന വിദ്യാഭ്യാസവും പഠന ചെലവുകളും മറ്റു പൈസകളുമൊന്നും അവർക്ക് ജോലി കിട്ടിയാൽ, വിവാഹം കഴിഞ്ഞു പോയാൽ തിരിച്ചു കിട്ടില്ല, ഇൻകം ജനറേറ്റീവ് അല്ല എന്ന് പറയുന്ന ഒരു ചിന്തയൊക്കെ പെൺകുഞ്ഞുങ്ങളോടുള്ള ഒരു വലിയ ബാധ്യതയായിട്ട് ഇന്നും നിലനിൽക്കുന്നു. ഒരുപക്ഷെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ അങ്ങനെ തോന്നിക്കൂടായെന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വലിയ സാമൂഹ്യ ശാപം ഉള്ളതുകൊണ്ട് പെൺകുഞ്ഞുങ്ങളെ ന്യായമായിട്ട് ബാധ്യതയായി കരുതുന്നു. പെൺകുഞ്ഞുങ്ങളുടെ ശരീരത്തെ കൊതിച്ച് മോഹിച്ച് നടക്കുന്ന പീഡകന്മാർ ലോകത്തിൽ ഇവരെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നതും ശ്രമകരമായ ജോലിയായി തോന്നാം. എന്നിരുന്നാലും ഓർക്കേണ്ടുന്നത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ദൈവത്തിന്റെ ദാനം, അവരെ വളർത്തിയെടുക്കേണ്ടുന്ന ഉത്തരവാദിത്വമാണ് നമുക്ക്
ഉള്ളത്. പെൺകുഞ്ഞുങ്ങൾ രണ്ടാം പൗരന്മാരായി തള്ളിക്കളയുകയല്ല, മറിച്ച് അവരെ ദൈവം തന്നതാണെന്ന ബോധ്യത്തോടുകൂടി തുല്യതയോടുകൂടി വളർത്തിയെടുക്കാനുള്ള വിശാലമായ മനസ്സാണ് നമ്മൾ ആർജിക്കേണ്ടത്. നമുക്ക് വേണ്ടുന്നത് വിശാലമായ കാഴ്ചപ്പാട്, നമുക്ക് വേണ്ടുന്നത് ലോകം കാണാനുള്ള കണ്ണാണ്, നമുക്ക് വേണ്ടുന്നത് കുറച്ചുകൂടി വിശാലമായി ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള ചിന്താധാരകളാണ് നാം ഓരോരുത്തരും വികസിപ്പിച്ചെടുക്കേണ്ടതെന്ന് ഓർക്കുക. ഓരോ പെൺകുഞ്ഞിനുമുണ്ട് ആത്മാഭിമാനം, അവർക്കുമുണ്ട് അന്തസ്സ്, അവർക്കുമുണ്ട് ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ മോഹം, അവർക്കുമുണ്ട് ജീവിക്കാനുള്ള അവകാശം. ഇന്നത്തെ വേദപുസ്തക ഭാഗങ്ങളൊക്കെ പെൺകുഞ്ഞുങ്ങളെ അവമതിക്കുന്നവരുടെ മുമ്പിൽ അങ്ങനെയല്ല. ഓരോ പെൺകുഞ്ഞിനും ആത്മാഭിമാനമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള സ്വത്വബോധമുണ്ട് എന്ന് നമ്മെ അടിവരയിട്ട് ബോധ്യപ്പെടുത്തുന്ന വേദപുസ്തക ഭാഗങ്ങളാണ് നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗങ്ങളെല്ലാം. രാജാക്കന്മാർ 2-ാം പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 5 വരെ ചില കഥാപാത്രങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒരു അടിമ പെൺകുട്ടി, ഇസ്രായേൽക്കാരത്തി, ഒരു അടിമ പെൺകുട്ടി, അവളുടെ യജമാനൻ പ്രഗത്ഭനായ പട്ടാളക്കാരൻ, സേനാധിപൻ നയമാൻ, കൂടെ കുറെ പട്ടാളക്കാർ, അവൾക്ക് പരിചയമുള്ള ഒരു ഭക്തനായ പ്രവാചകൻ എലീശ, ഇസ്രായേൽക്കാരൻ, അവളുടെ നന്നാണ് രാജാവിനെ പരിചയം. ആ കുറച്ച് കഥാപാത്രം ആ പ്രസ്തുത വേദപുസ്തക ഭാഗം നമ്മുടെ പെൺമക്കളുടെ ബന്ധത്തോട് പറയുന്ന ഒരു കാര്യം, നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തിയെടുക്കുക, വിശ്വാസത്തിൽ വളർത്തിയെടുക്കുക. ദൈവത്തിന്റെ ദാനമാണ് ഈ പൈതൽ. ആ വിശ്വാസം ഓരോ മാതാപിതാക്കന്മാർക്കും, ഓരോ സഹോദരങ്ങൾക്കും, ഓരോ കൂട്ടുവിശ്വാസികൾക്കും, ഓരോ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകേണ്ടതാണ്. ഇസ്രായേലിന് അടിമയായി അരാമിലേക്ക് കൊണ്ടുപോകപ്പെട്ട ആ പെൺകുട്ടി, അവളെ കുറിച്ച് അധികം വിവരണങ്ങളൊന്നുമില്ല, അധികം എഴുത്തുകളൊന്നുമില്ല. അവൾ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ എന്താണെന്നോ കൃത്യമായിട്ടുള്ള വിവരണങ്ങളൊന്നും. പക്ഷേ അവളുടെ ഒരു വാചകം പ്രശസ്തമായി. അവൾ പറഞ്ഞൊരു വാക്ക് വളരെ ഒരു വാചകം വളരെ പ്രസക്തമായി. യജമാനൻ ഇസ്രായേലിലെ പ്രവാചകനെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ അവൻ യജമാനനെ സൗഖ്യമാക്കിയേനെ. വിശ്വാസത്തിന്റെ ഒരു വാചകം. അവളായിരിക്കുന്ന സ്വന്തം നാട്ടിലല്ല, സ്വാതന്ത്ര്യത്തിലല്ല, അടിമ പെൺകുട്ടിയാണ്, ചുറ്റുപാടുകൾ, പരിമിതികൾ അനവധിയുണ്ട്. അതിന്റെ മധ്യത്തിലും വിശ്വാസത്തിൽ ആ കുഞ്ഞ് സമ്പന്നയായിരുന്നു പറയുകയാണ്. ഞാൻ നിൽക്കുന്ന എന്റെ ഈ വീട്ടിലെ യജമാനൻ കുഷ്ഠരോഗിയാണ്, നയമാൻ കുഷ്ഠരോഗിയാണ്. എന്റെ യജമാനൻ എന്റെ നാട്ടിലെ പ്രവാചകനെ ഒന്ന് പോയി കണ്ടിരുന്നു എങ്കിൽ എന്റെ നാട്ടിലെ പ്രവാചകൻ യജമാനന് സൗഖ്യം കൊടുക്കുമായിരുന്നു എന്ന വിശ്വാസത്തിന്റെ തീഷ്ണത നമുക്കവിടെ കാണാൻ കഴിയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തിയെടുക്കാനുള്ള ബാധ്യത നമുക്കാണ്. മറ്റു പലതിന്റെയും പേരിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസധാരയിൽ നിന്ന് അകറ്റി നിർത്തുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് അവരുടെ സുരക്ഷിതമായ ഭാവിയാണ് എന്ന് ഓർക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിലും ആത്മീയതയിലുമൊക്കെ കുഞ്ഞുനാൾ തൊട്ടേ വളർത്തിയെടുക്കുമ്പോൾ അവരേത് പ്രതിസന്ധി ഘട്ടത്തിലും അതിനെ അതിജീവിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏതവസ്ഥയിൽ പോയാലും അവർ സുരക്ഷിതരായി, സുഖമായി, സന്തുഷ്ടരായി ഇരിക്കുവാൻ ആ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസത്തോടുകൂടി ജീവിക്കുവാനുള്ള അവസരവും ചുറ്റുപാടും ക്രമീകരിച്ചു കൊടുക്കുക നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്, ഉത്തരവാദിത്വ ബോധമാണ് എന്ന് ഓർക്കുക. ദൈവം നമ്മുടെ വലുപ്പമോ സ്ഥാനമോ പദവിയോ ഒന്നും നോക്കുന്നില്ല. പക്ഷേ നമ്മുടെ വിശ്വാസ ജീവിതം ദൈവം നോക്കുന്നു. നമ്മുടെ വിശ്വാസ ജീവിതം ദൈവം വിലമതിക്കുന്നു. അതുകൊണ്ട്
നമ്മുടെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുവാൻ നമുക്ക് കടമയുണ്ട്. ആ പെൺകുഞ്ഞിന്റെ വിശ്വാസത്തിന്റെ പേരിൽ അവൾ മാനിക്കപ്പെട്ടു, ആദരിക്കപ്പെട്ടു, അംഗീകരിക്കപ്പെട്ടു. അവളുടെ വിശ്വാസം വിലയേറിയതായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെയും കുഞ്ഞുപ്രായം തൊട്ടേ വിശ്വാസത്തിൽ പരിപോഷിപ്പിക്കുവാൻ, വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നിലനിൽക്കപ്പെടുക തന്നെ ചെയ്യും, അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നതിന് യാതൊരു സംശയമില്ല. ആ രീതിയിൽ വളർത്തുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മേക്കാൾ കുറഞ്ഞവരെ ചൂഷണം ചെയ്യുന്ന ഒരു ലോക വ്യവസ്ഥിതിയിലാണ് നാം ജീവിക്കുക. ബലവാന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കുകയും ബലഹീനനെ നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക ചുറ്റുപാട് എല്ലായിടത്തും ഉണ്ട്. അങ്ങനെയാകാം ബലഹീനൻ എന്ന മുദ്ര കൊണ്ട് കുത്തപ്പെട്ട് പെൺകുഞ്ഞുങ്ങളെ വിലമതിക്കാതെ പോകുന്ന ഒരു കാഴ്ചപ്പാട്. എന്നാൽ ഓർക്കുക, നമ്മുടെ മക്കളെ നാം പരിഗണിക്കണം. എങ്ങനെ? ബലഹീനരെ ദൈവം പരിഗണിച്ചതുപോലെ. Please consider the little ones as God cares us. ദൈവം നമ്മളെ കരുതിയതുപോലെ തന്നെ ബലഹീനമെന്ന് തോന്നുന്നവരെയും ചേർത്ത് നിർത്തുവാൻ, പരിഗണിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. സങ്കീർത്തനം 8 ദാവീദിന്റെ സങ്കീർത്തനം എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആട്ടിടയനായ ദാവീദ് ഒരുപക്ഷെ രാത്രിയിൽ ആടുകളെ കൂടിനകത്ത് എത്തിയ ശേഷം ഉറങ്ങാൻ കിടന്നപ്പോൾ, മേലോട്ട് നോക്കി കിടന്നപ്പോൾ കണ്ട കാഴ്ച നക്ഷത്രങ്ങളും ചന്ദ്രനും വിശാലമായ ആകാശവും കുന്നും മലകളും ഒക്കെ കണ്ടപ്പോൾ തോന്നി, ഇത്ര വിശാലമായ ലോകത്തിൽ ദൈവമേ, മനുഷ്യനായ എന്നെയും മനുഷ്യനെയും ഒക്കെ ഓർക്കാനായിട്ട് അവൻ എന്തുമാത്രമുള്ളൂ. വാക്യം 3, നിന്റെ വിരലുകളുടെ മണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കാനായിട്ട് അവൻ എന്തുമാത്രം. ഈ വിശാലമായ ലോകത്ത് അനന്തകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെയുള്ള വിശാലമായ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ ഈ മനുഷ്യൻ എന്തുമാത്രമുള്ളൂ എന്നാണ് ദാവീദിന്റെ ചോദ്യം. അത്രത്തോളം നിസ്സാരനാണല്ലോ. എന്നാലും സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നീ അവരുടെ ദൈവത്തിൽ അല്പമാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. ഓർക്കുക, ദൈവം വലുതിനെ മാത്രം സ്നേഹിക്കുന്ന ദൈവമല്ല. വലുതിന്റെ കൂടുതൽ ദൈവത്തിന്റെ സൃഷ്ടിയിലെ സകലത്തെയും ഒരുപോലെ കരുതുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് കുരുകളിലെ പോലും കരുതുക എന്നൊക്കെ പറയുന്നത്. ഏറ്റവും ചെറിയതിനെ, ബലഹീനമായതിനെ പോലും കരുതുന്ന സ്വഭാവത്തിന് കരുതലിനുടമയാണ് ദൈവം. അതുകൊണ്ട് ദൈവത്തെ നാം സ്നേഹിക്കുക തന്നെ വേണം. ചെറുതും വലുതുമായ അനേകം സൃഷ്ടികളിൽ അവിടെ മുമ്പിൽ ദൈവത്തിന് മനുഷ്യനെ ഓർക്കുവാൻ സാധിക്കുമോ? പക്ഷെ സംഗീതം പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അവൻ ഓർക്കും. പരസ്പരം താരതമ്യം ചെയ്യുമ്പോൾ നാം ചെറുതെന്ന് തോന്നിയാലും നമ്മെ ഓർക്കുവാൻ ദൈവത്തിന് ഉള്ളത് നമ്മൾ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും നമ്മിലുള്ളതുകൊണ്ട് മറ്റെന്തിനേക്കാൾ കൂടുതലായി ദൈവം നമ്മെ കരുതുന്നു. വേണമെങ്കിൽ ദൈവത്തിന് ഇത് ബലഹീനമാണ് എന്ന് കരുതി മാറ്റി നിർത്താമായിരുന്നു, വലുതിനെ സ്നേഹിക്കാമായിരുന്നു. ദൈവം അത് ചെയ്തില്ല. ദൈവം മനുഷ്യ അത്രത്തോളം ആഴമായിട്ട് തന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് വലിയ ദൈവം നാം ചെറുതെന്ന് കരുതി മാറ്റി നിർത്താതെ നമ്മെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ഏറ്റുവാങ്ങുന്ന നാം ചെയ്യേണ്ടുന്ന കടമ നമ്മേക്കാൾ കുറഞ്ഞവനെ ബലഹീനമെന്ന് കരുതി തള്ളിക്കളയാതെ നമ്മേക്കാൾ കുറഞ്ഞവനെ ചേർത്ത് നിർത്തുവാനും കരുതാനുമുള്ള ആത്മീയ ഉത്തരവാദിത്വമുണ്ട്.
അതിനെ പൗലോസ് വേറൊരു ഭാഷയിൽ പറയുന്നത് ഇങ്ങനെയാ: നമ്മൾ അഴക് കുറഞ്ഞതിന് കൂടുതൽ അഴക് കൊടുക്കുന്നു, ബലഹീനമായതിന് കൂടുതൽ കരുത്തു പകരുവാൻ നമ്മൾ ശ്രമിക്കുന്നു. തീർച്ചയായും പെൺകുഞ്ഞുങ്ങളുടെ സമൂഹത്തെ ബലഹീനമെന്ന് കരുതുന്ന സമൂഹത്തോട് പറയേണ്ടുന്നത് അവർ കരുത്തു പകരുവാൻ, സംരക്ഷകരാകുവാൻ നമുക്ക് സാധിക്കണം. അവരെ വിലമതിക്കണം, അവരെ മാനിക്കണം, അവരെ വളർത്തണം. ആത്മാഭിമാനത്തോടു കൂടി വളർത്തിയെടുക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൽ, കഴിവിൽ, പ്രാപ്തിയിൽ, തീരുമാനങ്ങളിൽ, അവരുടെ ഇടപെടുന്ന മേഖലകളിലൊക്കെ അവർ തോറ്റുപോകാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മാനിക്കുകയും കരുതുകയും ചെയ്യണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നാം ഈ ഭൂമിയുടെ സ്റ്റുവാർഡ്സ് ആണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികളുടെ കാര്യവിചാരകൻ എന്ന പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നാം കാര്യവിചാരകരാണ് എങ്കിൽ നമ്മേക്കാൾ കുറഞ്ഞതിനെയും ബലഹീനമായി കരുതുന്നതിനെയും കൂടുതൽ കരുത്തു പകരുവാൻ, അവരെ സംരക്ഷിക്കുവാൻ, അവർക്ക് വേണ്ടി തുണ നിൽക്കുവാൻ കാര്യസ്ഥന്മാരായ നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ അപമാനിക്കപ്പെടുമ്പോൾ, തകർക്കപ്പെടുമ്പോൾ, മാനിക്കപ്പെടാതെ പോകുമ്പോൾ, അവസരം നിഷേധിക്കപ്പെടുമ്പോൾ അവർക്ക് താങ്ങായും തണലായും കരുത്തായും കരുതലായും അവരെ വളർത്തിയെടുക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. കാരണം ദൈവം വലുതിനോടൊപ്പം തന്നെ നമ്മെയും സ്നേഹിക്കുന്നു. അതുപോലെ മറ്റുള്ളവരെ കരുതാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന ദൈവത്തിന്റെ വചനം നമ്മെ ശക്തിയായി ഓർമ്മിക്കും. ബലഹീനന്റെ ശബ്ദമാകുക, ബലഹീനന്റെ പക്ഷം ചേരുക വേദപുസ്തകത്തിലെ ഒരു നീതിയുടെ ആശയമാണ്. വാല്യൂ their voice, അവരുടെ ശബ്ദത്തിന്, അവരുടെ വാക്കുകൾക്ക്, അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുക. നമ്മുടെ പെൺകുഞ്ഞുങ്ങളുടെ അഭിപ്രായത്തിന്, നമ്മുടെ പെൺമക്കളുടെ ശബ്ദത്തിന്, നമ്മുടെ പെൺകുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്ക് വില കൽപ്പിക്കുക, മൂല്യമുള്ളതായവരെ കരുതുക. അപ്പോസ്തലരുടെ പുസ്തകം 12-ാം അധ്യായം 11 മുതൽ 17 വരെ വായിക്കുമ്പോൾ രോദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തുന്നു. പത്രോസ് തടവിലായിരുന്നു. ആ സമയത്ത് മർക്കോസിന്റെ ഭവനത്തിൽ പത്രോസിന്റെ സഹവിശ്വാസികൾ കൂട്ടമായി ചേർന്നിരുന്ന് പത്രോസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് വാതിൽക്കലാരും മുട്ടുന്നതായി, വിളിക്കുന്നതായി രോദ കേട്ടു. ഓടിച്ചെന്നു നോക്കിയപ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന, അവർ കാത്തിരുന്ന പത്രോസ് ഇതാ മുറ്റത്ത്. തിരിച്ചോടിയിട്ട് പറഞ്ഞു, ഇതാ മുറ്റത്ത് പത്രോസ് നിൽക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമൂഹം അവളെ കളിയാക്കിയിട്ട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് ആ കുഞ്ഞിനെ കളിയാക്കിയത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവളുടെ ശബ്ദത്തെ വിലമതിച്ചില്ല, അഭിപ്രായത്തെ കേട്ടില്ല, അവളെ തള്ളിക്കളഞ്ഞു. അത് ദൂതനായിരിക്കുമെന്നാണ് അവരുടെ മൊഴി. എന്നാൽ രോദ തിരിച്ചറിഞ്ഞത് കൃത്യമായിരുന്നു. എങ്കിലും അവളുടെ വാക്ക് സ്വീകരിക്കപ്പെടാതെ പോയി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിന്റെയും ഈ കാലഘട്ടത്തിന്റെയും ഒരു പരാജയം തന്നെയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ ആണ് പറഞ്ഞത് ആ പെൺകുട്ടിക്ക് ഭ്രാന്താണ്. ആത്മീയതയുള്ളവൻ പറയുകയാണ് ആ കുട്ടിക്ക് ഭ്രാന്താണ്. ആത്മീയരെന്ന് നടിക്കുന്നവർ അപകടകാരികൾ. ഞാൻ ആത്മീയനാണ്, ഞാനാണ് ആത്മീയൻ, ഞാൻ മാത്രമാണ് ആത്മീയനെന്ന് പറഞ്ഞു നടക്കുന്നവൻ, നടിക്കുന്നവൻ അപകടകാരി. ആത്മീയത അപരനെ പരിഹസിക്കുകയല്ല, ആത്മീയത അപരനെ ചേർത്ത് നിർത്തുന്ന വിശാലമായ മാനസിക പ്രക്രിയ. ആത്മീയത മറ്റുള്ളവനെ അപമാനിക്കലല്ല, ആത്മീയത സ്വയം വിനയപ്പെടാനുള്ള പ്രക്രിയ. നമ്മളൊക്കെ ആത്മീയരെന്ന് പറഞ്ഞ് പുറമോടി കാണിച്ച്
സ്വയം അഭിമാനിക്കുമ്പോൾ ഓർക്കുക മറ്റുള്ളവരോട് നമ്മുടെ സമീപനം എങ്ങനെയാണ് എന്ന്. ആത്മീയ ഗർവ്, സ്പിരിച്വൽ പ്രൈഡ് വലിയ അപകടം. ഞാനാണ് ആത്മീയ, മറ്റുള്ള ആത്മീയത ഇല്ല എന്ന് പറഞ്ഞ സ്വയം ആത്മീയത നടിക്കുന്നവൻ എല്ലാ കാലത്തും ആത്മീയതയ്ക്കും ദൈവത്തിനുമൊക്കെ അപകടകരമായിട്ടുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നവർ തന്നെയാണ്. ഇവിടെ ആത്മീയരെന്ന് നടിക്കുന്നവർ പറയുന്നു ആ പെൺകുട്ടിക്ക് മാനസിക വിഭ്രാന്തിയുണ്ട് എന്ന്. നമ്മുടെ പെൺകുഞ്ഞുങ്ങളുടെ അഭിപ്രായങ്ങൾ, ആലോചനകൾ കേൾക്കണം, വിലമതിക്കണം. സ്വീകാര്യമാണെങ്കിൽ അവരെ അംഗീകരിക്കുക തന്നെ വേണം. അവർക്കുമുണ്ട് അന്തസ്സ്, അവർക്കുമുണ്ട് അഭിമാനം, അവർക്കുമുണ്ട് ജീവിതത്തിന്റെ സ്വപ്നങ്ങളെന്ന് ഓർക്കുക. കാലം എന്ന് ഒത്തിരി മാറിയിരിക്കുന്നു. ഇത് പെൺകുഞ്ഞുങ്ങൾ എത്തിപ്പെടാത്ത മേഖലകളില്ല. എല്ലാ മേഖലകളിലും അവർ അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ടേയിരിക്കും. വിദ്യാഭ്യാസത്തിൽ, പർവ്വതാരോഹണത്തിൽ, വൈമാനിക മേഖലയിൽ, ഏതെല്ലാം മേഖലകളിലാണോ അവിടെയൊക്കെയും നമ്മുടെ കുഞ്ഞുങ്ങൾ ലോകശ്രദ്ധ ആകർഷിക്കുവാൻ പാകത്തിന് വളർന്നിരിക്കുന്നു എന്ന് ഓർക്കുക. എത്രയെത്ര പെൺകുട്ടികളാണ് ലോക ചരിത്രത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. സ്വീഡിഷ് കാലാവസ്ഥ പ്രവർത്തക ഗ്രെറ്റ തുൻബെർഗ് ലോകത്തിന് മുമ്പിൽ ഒറ്റ വാചകം കൊണ്ട് ശ്രദ്ധ നേടിയ പെൺകുട്ടിയാണ്. ലോക അധികാരികളുടെ മുമ്പിൽ നിങ്ങൾ ഞങ്ങളെ കബളിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പരിസ്ഥിതിക്ക് വേണ്ടി പോരാടുന്ന 16-കാരിയായ പെൺകുട്ടി ലോകത്തിന്റെ ശ്രദ്ധയാണ്. ഒരു പേന കൊണ്ട്, ഒരു വിദ്യാർത്ഥിയെ കൊണ്ട്, ഒരു ടീച്ചറിനെ കൊണ്ട് ഈ ലോകം മാറ്റാമെന്ന UN അസംബ്ലി പ്രസംഗിച്ച യൂസഫ് സായ് മലാല എന്ന് പറയുന്ന പെൺകുട്ടിയും ലോകത്തിന്റെ നെറുകയിൽ അഭിമാന സ്തംഭം. നമ്മുടെ പെൺകുഞ്ഞുങ്ങളുടെ അഭിപ്രായങ്ങൾ വിലമതിക്കുക തന്നെ വേണം. അവരെ മാനിക്കണം, വാക്കുകൾ കേൾക്കണം. കാലം മാറിയിരിക്കുന്നു. അവരുടെ അന്തസ്സിനെയും ആത്മാഭിമാനത്തെയും മാനിച്ചു, വിലമതിച്ചു അവരംഗീകരിക്കുന്ന ഒരു സമൂഹമായി നമ്മളും മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ പെൺകുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമായി തീരും. പെൺകുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഇപ്പോൾ വല്ലാതെ പെരുകിക്കൊണ്ടേയിരിക്കുന്നു. പീഡനങ്ങളുടെ പരമ്പരകൾ ആവർത്തിക്കുകയാണ്. പ്രേമം നിരസിച്ചതിന്റെ പേരിൽ എത്രയോ പെൺകുഞ്ഞുങ്ങളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. എത്രയോ പെൺകുഞ്ഞുങ്ങൾ പ്രായഭേദമന്യേ പിച്ച് ചീന്തപ്പെടുക, അവർ തകർക്കപ്പെടുക, അവരുടെ ജീവിതം നശിപ്പിക്കപ്പെടുക, ജീവിക്കാനുള്ള അവരുടെ അവകാശത്തിന് മേൽ കടന്നു കയറുന്ന കാട്ടുചെന്നായ്ക്കളായി ലോകം മാറുന്നു. ആ പശ്ചാത്തലത്തിലാണ് യേശുവിന്റെ ശക്തമായ പ്രസ്താവന മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ let them live, അവരെ ജീവിക്കാൻ അനുവദിക്കുക, അവരെ ജീവിക്കാൻ അനുവദിക്കുക. യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയുടെ 12-കാരിയായ പെൺകുഞ്ഞിനെ കുറിച്ച് പറയുമ്പോഴാണ് യേശു പറയുന്നത് let them live, അവരെ ജീവിക്കാൻ വേണ്ടി അവസരം ഒരുക്കി കൊടുക്കുക. അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, അതിനനുവദിക്കുക. ആ പെൺകുഞ്ഞിന് എന്തോ ഒരു അസുഖം പിടിച്ചു, മരിച്ചു. യായിറോസ് യേശുവിനോട് ഒന്ന് ചോദിക്കുന്നു. പിന്നീട് അറിയുന്നത് യാത്രാമധ്യേന പറയുന്ന പെൺകുഞ്ഞ് മരിച്ചു. എങ്കിലും യേശു പോകുന്നു. യേശു എന്ന ആ കുഞ്ഞിനെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവന്നിട്ട് അവസാനം പറഞ്ഞു നിർത്തുന്ന ഒരു വാചകം ഇങ്ങനെയാണ്. മർക്കോസിന്റെ സുവിശേഷം അധ്യായം 5-43 വാക്യം. അവൾക്ക് ആഹാരം കൊടുക്കുക. അപ്പനോട് അമ്മയോട് യേശു പറയുന്നു അവൾക്ക് ആഹാരം കൊടുക്കുക. ആഹാരം എന്ന് പറഞ്ഞാൽ വെറുതെ ഉദരം നിറയ്ക്കാനുള്ള വസ്തുവായിട്ട് മാത്രം വ്യാഖ്യാനിക്കില്ല. ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. മാനസികമായി, ആത്മികമായി, ശാരീരികമായി, സാമൂഹികമായി
ഏതെല്ലാം മേഖലകളിൽ ആ കുഞ്ഞിന് വളരാനുള്ള അവകാശമുണ്ടോ ആ മേഖലകളിലൊക്കെ വളരാനായിട്ട് ആ കുഞ്ഞിന് അവസരം കൊടുക്കുക, ആഹാരം കൊടുക്കുക, മുഖാന്തരങ്ങളെ കൊടുക്കുക, ഊർജം പകരുക എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കാൻ അവകാശമുള്ളവരാണ്. പെൺകുഞ്ഞായി പോയെന്നതിന്റെ പേരിൽ അവരെ തള്ളിക്കളയുവാൻ സമൂഹത്തിന് അവകാശം. ലെറ്റ് ദം ലീവ്. നമ്മുടെ ഓരോ കുഞ്ഞിനും വിലയുള്ളതായി കണ്ട് നമ്മുടെ പെൺമക്കളെ ബാധ്യതയായി കണക്കാക്കാതെ അവളെ കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ വേറൊരു വീട്ടിലോട്ട് പോകുമല്ലോ, അവളെ കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ പഠിപ്പിച്ചത് വെറുതെ ആയല്ലോ, അവളെ കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ ആദായം പോയല്ലോ എന്നോ സങ്കടപ്പെടുന്നില്ല. മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് സമൂഹത്തിൽ പോയാലും എവിടെ പോയാലും ആത്മാഭിമാനത്തോടെ, തന്റെ ഇടത്തോടെ, അന്തസ്സോടെ, അവകാശത്തോടെ, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ അവരെ സജ്ജരാക്കുകയാണ് നമ്മുടെ കർത്തവ്യം. ഏതെല്ലാം മേഖലകൾ അവരെ ശക്തിപ്പെടുത്താമോ, ഏതെല്ലാം മേഖലകൾ അവരെ വളർത്തിയെടുക്കാമോ ആ മേഖലകളൊക്കെ വളർത്തിയെടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പോയാലും ആത്മാഭിമാനം നിൽക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് കൊടുക്കേണ്ടുന്നത് അനിവാര്യം. ലെറ്റ് ദം ലീവ്. യേശുവിന്റെ വാക്കുകൾ ഓർക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക, അവരെ കരുതുക തന്നെ വേണം, അവരെ വളർത്തുക തന്നെ വേണം. ഏതെല്ലാം മേഖലകൾ ആവശ്യമുണ്ടോ ആ മേഖലകളോ കുഞ്ഞുങ്ങൾ വളർത്തിയെടുത്ത് അവരെ നിലനിർത്തുവാനായിട്ട് നമുക്ക് കഴിയണം. തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങളെ ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുവാൻ, ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ, സുഖങ്ങൾ മാത്രമല്ല മറിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവരെ വളർത്തിയെടുത്ത് പരിപോഷിപ്പിക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾ ഓർക്കുന്ന ദിവസമാണ്. അവർക്ക് നല്ലൊരു ഭാവി വാഗ്ദാനം ചെയ്യാൻ ഓരോ കുടുംബങ്ങൾക്കും, ഓരോ സമൂഹത്തിനും, ഓരോ സഭയ്ക്കും ബാധ്യത. അതുകൊണ്ട് നഷ്ടമെന്നവരെ തള്ളിക്കളയുവാൻ മറിച്ചവരെ ആത്മാഭിമാനത്തോടുകൂടി വളർത്തിയെടുക്കാനുള്ള ഒരു വിശാലമായ മനസ്സ്, ഒരു കാഴ്ചപ്പാട് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. ദൈവം പറയുന്നു, നമ്മൾ ഈ സൃഷ്ടിയുടെ കാര്യവിചാരകന്മാരാണ്. കാര്യവിചാരകന്റെ ധർമ്മം സൃഷ്ടിയെ കരുതുകയും പരിപോഷിപ്പിക്കലുമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മൾ ഓർക്കുന്ന നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ മാനിക്കാനും സ്നേഹിക്കാനും കരുതാനും അവരെ സംരക്ഷിക്കാനും ജീവിതങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ആവശ്യം തന്നെയാണ്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെയും സമൂഹത്തെയും സഭയെയും സകല ലോകത്തെയും എല്ലായ്പ്പോഴും ഒരുപോലെ ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും എല്ലാ കാലവും ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യക ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസ് കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവനെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തനായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ.
24-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. കൃപയുള്ള ദൈവമേ, നിന്റെ പുത്രനിലൂടെ ദുർബലരും നിരസിക്കപ്പെട്ടവരുമായി ഞങ്ങളെ ശക്തരാക്കി മാറ്റിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരസ്കരിക്കപ്പെട്ട എല്ലാ പെൺകുഞ്ഞുങ്ങൾക്കും ധൈര്യവും പുതിയ പ്രതീക്ഷകളും നൽകണമേ. സമൂഹത്തിൽ ഒരു അംഗമായി പെൺകുഞ്ഞുങ്ങളെ അംഗീകരിച്ച് അവരെ വീണ്ടെടുക്കുവാനും ബഹുമാനിക്കുവാനും അവരുടെ കഴിവുകളും താലന്തങ്ങളും വളർത്തി കൊണ്ടുവരുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. പെൺശിശുക്കൾ നീതിയും ബഹുമാനവും സ്നേഹവും അനുഭവിക്കുവാനും അവരുടെ ജീവിതം സമൂഹത്തിൽ സൗരഭ്യവാസനയായി തീരുവാനും ഇടയാക്കണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സമാധാനത്തിനു വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. ദൈവമേ, സകല വിശുദ്ധ ആഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിന്നിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാനായിട്ടും ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കാനും ഞങ്ങൾ നിന്നാൽ ശത്രുവയും കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങൾ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായി ഞങ്ങൾക്ക് നൽകണമേ. കൃപയ്ക്കായി നമ്മുടെ കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനായ ദൈവമേ, സകല നന്മകളുടെയും കാരണനും ദാതാവുമായി നിന്റെ നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവത്തെ ഞങ്ങൾ വർദ്ധിപ്പിച്ച് സകല നന്മ കൊണ്ട് ഞങ്ങളെ പോഷിപ്പിച്ച് ഇവയിൽ തന്നെ നിന്റെ മഹാകരണം കൊണ്ട് ഞങ്ങളെ നിലനിർത്തണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ എന്ന 80-ാമത്തെ ആത്മീയഗീതം ചേർന്ന് പാടാം. ആത്മീയഗീതം 80. Thank you.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ ദൈവസന്നിധിയിലേക്ക് സമ്പൂർണ്ണമായിട്ട് വണക്കാം. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, ഞങ്ങളുടെ കാലുകളെ വീഴ്ചയിൽ നിന്നും, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും വീണ്ടെടുത്തവനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന്റെ നല്ല മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായിട്ട് നന്ദിയോടുകൂടെ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളോടൊപ്പം പ്രഭാതങ്ങൾ അനേകര ലോകത്തോട് മൺമറിഞ്ഞപ്പോൾ ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവേ, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം വലിയവനായിരിക്കും ദൈവം ഞങ്ങൾക്കായി ഒരുക്കിയ ഭാഗ്യത്തിനായിട്ടും പദവികൾക്കായിട്ടും നന്ദിയോടുകൂടെ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സഭയെ മുഴുവനായിട്ട് അവിടുത്തെ തൃപ്പാദങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും കുടുംബമായിട്ട് വ്യക്തികളായിട്ട് അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ കുടുംബങ്ങളെയും കർത്താവ് നടത്തുന്ന എല്ലാ നല്ല വിധങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവേ, അവിടുത്തെ സ്വർഗീയമായിരിക്കുന്ന കൃപ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അവിടുന്ന് എല്ലാ കുടുംബങ്ങളെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും അവിടുന്ന് വഴി നടത്തുകയും പ്രാർത്ഥിക്കുന്നു. ആപത്തും അനർത്ഥങ്ങളിലൊക്കെ കർത്താവ് പ്രിയപ്പെട്ട മക്കളെ വിടുവിക്കും കർത്താവേ, സ്വർഗീയമായിരിക്കുന്ന സംരക്ഷണത്തിന് കീഴിൽ ഉറപ്പോടുകൂടെ ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് എല്ലാ കുടുംബങ്ങളെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് ദിനംതോറും വഴി നടത്തി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ എല്ലാ സംഘടനകൾക്കായി പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിനായിട്ട്, യുവജന സഖ്യത്തിനായിട്ട്, സ്ത്രീജന സഖ്യത്തിനായിട്ട്, ഗായക സംഘത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘടനകൾക്കും നേതൃത്വം നൽകുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘടനകളുടെയും പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും സ്വർഗത്തിലെ തമ്പുരാൻ അവിടെ സമൃദ്ധിയായിട്ട് മാനിച്ച് വഴി നടത്തി പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥയ്ക്ക് വേണ്ടി കർത്താവെ പ്രയത്നിപ്പാൻ തക്കവണ്ണം അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ അവിടെ സഹായി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. നരയ്ക്കോളം ഞാൻ നിന്നെ ചുമക്കാമെന്നുള്ള വലിയ വാഗ്ദത്തത്തിനായി സ്തുതിക്കുന്നു. വാർദ്ധക്യത്തിൽ നടന്നു പോകാതെ യഹോവയ്ക്ക് വേണ്ടി ഫലം കായ്പാൻ തക്കവണ്ണം അവിടെ നിങ്ങളുടെ മാതാപിതാക്കളെ അവിടെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് ആയുസ് കൊണ്ട് ദീർഘായുസ് കൊണ്ട് നിറയ്ക്കണം. അവിടുത്തെ കൃപയിൽ അവിടുന്ന് എല്ലാവരെയും പുതിയ പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാൻ വേണ്ടുവോളം ബുദ്ധിയും ജ്ഞാനവും വിവേകവും പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കണം. ദൈവാത്മാവിനാൽ ഞങ്ങളുടെ പൈതങ്ങൾ വളരപ്പെടുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ആവശ്യ ഭാരമുണ്ടായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ മധ്യത്തിലുണ്ട് കർത്താവേ. സ്വന്തമായിട്ട് ഭവനം പണിയുന്ന പ്രിയപ്പെട്ട മക്കൾക്കായിട്ട്, സ്വന്തമായിട്ട് ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കായിട്ട്, ഉപജീവന മാർഗത്തിനായിട്ട് കാത്തു പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കായിട്ട്, തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്കായിട്ട് കർത്താവെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഉപജീവനത്തിനായിട്ട് കാത്തു പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാത്ത യൗവനക്കാരുണ്ട് കർത്താവെ. അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെയൊക്കെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കടഭാരങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കഷ്ടതകളിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ സ്വർഗത്തിന്റെ തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിക്കുക. അവിടുന്ന് പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ കിളിവാളെ തുറന്ന് പുതുവഴികളെ തുറന്ന് കർത്താവ് അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ അവിടെ തൊട്ട് സൗഖ്യമാക്കാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ കരമൊന്ന് അയക്കണമേ. അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ അത്ഭുതകരമായിട്ടും അതിശയകരമായിട്ട് കർത്താവ് ഈ നാളുകളിൽ അവിടുന്ന് ജയോത്സവമായിട്ട് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊറോണ വൈറസിന്റെ ആധിക്യം അനുഭവിക്കുന്ന എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കായിട്ടും എല്ലാ ജനഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർക്കായിട്ട്, നഴ്സുമാർക്കായിട്ട്, സാമൂഹിക സന്നദ്ധ പ്രവർത്തകർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരോട് ദൈവത്തിന്റെ അദർശനേരെ കരം നീട്ടപ്പെടുവാൻ കർത്താവേ, വലിയ മഹാമാരിയിൽ നിന്ന് ഞങ്ങളുടെ ദേശത്തിന് പൂർണ്ണമായിരിക്കുന്ന സൗഖ്യമെടുതും പ്രാപിച്ച് ഞങ്ങളുടെ ദേവാലയങ്ങൾ തുറക്കപ്പെട്ട് കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് എല്ലാവരും കടന്നു വന്ന് അങ്ങേ ആത്മാവിലെ സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെല്ലാവരെയും സഹായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ കൃപയിൽ പോയി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉൾപ്പെടുന്ന ഞങ്ങളുടെ മഹാടവയ്ക്കായിട്ട്, മഹാടവയിലെ എല്ലാ അച്ഛന്മാർക്കായി, ഉപദേശിമാർക്കായിട്ട്, മിഷണറിമാർക്കായിട്ട്, സിസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാവരോടും സഹായി പ്രാർത്ഥിക്കുന്നു. വിളിച്ച ദൈവത്തോട് വിശ്വസ്തനാണെന്ന കർത്താവേ, അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസ്തയോടുകൂടെ ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി അനേകം ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ മുഖാന്തരമാക്കി പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. നൽകുന്ന അഭിമന്യ തിരുമേനിക്കായിട്ടും കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. മഹാടെ ഭരിച്ചു വഴി നടത്തുവാൻ തക്കവണ്ണം അവിടുന്ന് അഭിഷേകത്തിനെ കുടുംബമായിട്ട് അവിടുന്ന് ബലപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മഹാടയുടെ എല്ലാ ശുശ്രൂഷകൾക്കായിട്ടും എല്ലാ പ്രവർത്തനങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിന്മേലും ദൈവ സാന്നിധ്യം അവിടുന്ന് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ അധിവസിക്കുന്ന ഞങ്ങളുടെ ദേശത്തിനായിട്ട്, രാഷ്ട്രത്തിനായിട്ട്, സംസ്ഥാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ, സംപ്രീതി വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യഹോവ രാജാതിരാജാവായിട്ട് വാഴണം കർത്താവേ. അവിടുത്തെ സ്വർഗീയമായിരിക്കുന്ന സംരക്ഷണത്തിന് കീഴിൽ ഉറച്ചിരിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെല്ലാവരെയും സഹായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ സഭയുടെ ആത്മീയവും ഭൗതികമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ. സ്വർഗത്തിലെ തമ്പുരാൻ സഭയുടെ ആവശ്യങ്ങൾ അറിഞ്ഞു മാനിക്കണമേ. അനേക കുടുംബങ്ങളെ അവിടുന്ന് കൂട്ടിച്ച് പ്രാർത്ഥിക്കുന്നു. സഭദേശത്ത് സാക്ഷ്യമുള്ള സമൂഹമായിട്ട് അനേകർക്ക് ശോഭിക്കുന്ന വിളക്കുകളായി തീരുവാൻ തക്കവണ്ണം അവിടെ സഭയെ സഹായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെ നിങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന എല്ലാ പെൺകുഞ്ഞുങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവേ. അവർ കൊടുത്ത എല്ലാ താലന്തുകൾക്കായിട്ടും എല്ലാ കൃപകൾക്കായി സ്തുതിക്കുന്ന കർത്താവേ. അവരെ അവിടെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്ന കർത്താവേ. അവരെ കരുതുവാൻ, അവരെ സ്നേഹിക്കാൻ തക്കവണ്ണം സഭയെയും സമൂഹത്തെയും കർത്താവ് അവിടുന്ന് ഒരിക്കൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന, ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കായി സ്തുതിക്കുന്ന കർത്താവേ. എന്റെ മക്കളുടെ ആവശ്യങ്ങളെ അറിഞ്ഞു മാനിക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന ആവശ്യങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെക്കാളുപരിയായിട്ട് അവിടെ നിങ്ങളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അറിയുന്നതിനായിരിക്കും സ്തുതിക്കർത്താവേ. ആവശ്യങ്ങളെ അറിഞ്ഞു മാനിക്കണം. കൃപയും ഞങ്ങളെ പൊതിയണം. സകലവിധമായ നന്മകളാലും കൃപകളാലും നിറയെ പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും എടുക്കണം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നൽകിയ നന്മകൾക്ക് നന്ദിയോട് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള സ്തോത്രം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകല കർമ്മങ്ങളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ട് മാതൃകരുണയ്ക്കായിട്ട് ഞങ്ങൾ നിനക്ക് മഹാവിനിമനപൂർവമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സ്ഥിതി പരിപാലിക്കുന്നതിനും ഈ ആയുസങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മൗനത്തിന് പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്ന നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കനകതായ ബോധം ഞങ്ങൾ തരയണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്ന കാര്യങ്ങളെ ഞങ്ങൾ ചെയ്യേണ്ടതാകുന്നുവെന്ന് കണ്ടറിയുവാൻ അവിശ്വസതയോട് നിവർത്തിപ്പാൻ ഞങ്ങൾക്ക് കൃപശക്തി ലഭിക്കേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ അരുളേണമേ. ഗീതത്തിൽ നിന്നും 455 ഗീതം നാം പാടുന്ന സമയത്ത് നമ്മുടെ സ്തോത്രദാനങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഗീതം 455. യേശുവേ, നിന്റെ രൂപമീ എന്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം.
പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാടുകളെ നീ കരുണയോടെ കൈക്കൊള്ളും ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധി വർദ്ധിച്ചു വളരുവാൻ പാകത്തിന് ഈ വഴിപാടിനെയും അർപ്പിച്ചങ്ങളെയും കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് വണക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷപ്പെടുത്താതെ ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. കർത്താവിന്റെ ആശീർവാദം എന്ന മുദ്രാവിശ്വാസം ഹൃദയത്തോടെ ചേർന്ന് സ്വീകരിക്കുവിൻ. നമ്മെയും സകല ലോകത്തെയും ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും നമ്മെയും സകല ലോകത്തിൽ എടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിനും നമ്മെയും ദൈവത്തിന്റെ സകലരെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടും അവസുരക്ഷിതമായ ഭാവിയോടുകൂടെ ഇന്നുമെല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ശുശ്രൂഷയുടെ മംഗളഗാനമായി അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരെ എന്ന് ആരംഭിക്കുന്ന 240ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. ഗീതം 240. കർത്താവേ,